വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ അനിൽകുമാറിലേക്കാണ്. ശ്രീ അനിൽകുമാർ, നമ്മൾ ഇറാന്റെ ഒപ്പം ചില നയതന്ത്ര ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നത് കൃത്യമാണ്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റ് മുഴുവനായി ഭീകരവാദ ഫണ്ടിംഗ് നൽകുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. ഈ മിഡിൽ ഈസ്റ്റിൽ മൊത്തം 19 ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യം, ആയുധങ്ങളും പരിശീലനവും ഒക്കെ നൽകുകയാണ് ഇറാൻ. ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ എന്നിവരെല്ലാം തന്നെ ഇറാന്റെ പോക്സി ഗ്രൂപ്പുകളിൽ പെടുന്ന ഈ ഭീകര സംഘടനകളാണ്. ഇപ്പോൾ ഈ ഇറാനെതിരെ ഒരു ആക്രമണം നടത്തിയതിൻ്റെ പേരിൽ ഭാരതത്തിലടക്കമുള്ള ചില ഗ്രൂപ്പുകൾ കാശ്മീരിലടക്കം വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തുകയാണ്. പക്ഷേ മറു സൈഡിൽ അവർ ആക്രമിച്ചത് ഈ GCC രാജ്യങ്ങളെയാണ്, മുസ്ലിം രാഷ്ട്രങ്ങളെയാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു പ്രതിഷേധം, അമേരിക്കയ്ക്കെതിരായ ഒരു പ്രതിഷേധം നടത്തുകയാണ്. അതിൻ്റെ രാഷ്ട്രീയം കൂടി നമ്മൾ ചർച്ച ചെയ്തു പോകേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണേണ്ടത് നമ്മുടെ സുരക്ഷയും വികസനവും മുന്നിൽ കണ്ടുകൊണ്ടാണ്. നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ദേശ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ ആലോചിക്കണം. ഏത് രാജ്യം എടുത്തു നോക്കിയാലും അപ്പം ഇറാൻ തന്നെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് നിലപാടെടുക്കുന്നത്? സ്വാഭാവികം അവരുടെ ദേശത്തിന്റെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ആണവായുധം എത്ര പേരെ കൊന്നൊടുക്കിയാലും അത് പ്രശ്നമല്ല. തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ളത്. അവിടുത്തെ രാജ്യങ്ങൾ എന്ന് പറയുന്നത് പണപ്പെരുപ്പത്തിലും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളിലും നട്ടം കെട്ട് ഉടലിടുന്ന ഈ സന്ദർഭത്തിലും പണ്ട് പാകിസ്ഥാൻ പറഞ്ഞതുപോലെ ഞങ്ങള് പുല്ല് തിന്നാലും ആണവ ബോംബ് ഉണ്ടാക്കുമെന്ന് കൂട്ടോ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഉള്ള ഒരു നിലപാടാണ് ഇവിടെ അദ്ദേഹം എടുത്തിരിക്കുന്നത്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇസ്രായേലിനെ തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തങ്ങൾ ഏത് തരത്തിലും ആണവായുധ പദ്ധതികളുമായി, യുറേനിയം എൻറിച്ചുമായി, യുറേനിയം സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് പോകും എന്നുള്ള നിലപാടാണ് തീർച്ചയായിട്ടും ഇറാൻ കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധേയമാണ്. മറ്റൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ പരമാവധി ഭീകര രാജ്യങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെ, അല്ലെങ്കിൽ ചൈന ആയാലും റഷ്യ ആയാലും ഒക്കെ ഇക്കാര്യത്തിൽ പലപ്പോഴും വാക്കുകൾക്ക് അപ്പുറം വലിയൊരു പിന്തുണ ഇറാൻ ഇക്കാര്യത്തിൽ നൽകാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പശ്ചിമേഷ്യ സമാധാനത്തിൽ പോകണമെന്നും സഹകരണത്തിൽ പോയാൽ അത് മ്യൂച്വൽ ബെനിഫിറ്റ്, ഇപ്പോ എല്ലാ രാജ്യങ്ങളും നോക്കുന്നതെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്, നേട്ടം ഉണ്ടാക്കുക, പരസ്പരം നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോ ആ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി, മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുമായി സമാധാനത്തിലും സൗഹൃദത്തിലും പോയാൽ പരസ്പരം നേട്ടം ഉണ്ടാക്കാതെ സൗദി അറേബ്യക്കായാലും റഷ്യക്കായാലും ഇന്ത്യക്കായാലും ചൈനയ്ക്കായാലും ഒക്കെ അവിടെ വികസനവും സമാധാനവും കൊണ്ടുവരാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യ ഉൾപ്പെടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരേ സമയം തന്നെ നമ്മൾ അവിടെ അനാവശ്യമായി ഇറാൻ ജനതയെ ദ്രോഹിക്കുന്നതിനോട് നമുക്ക് യാതൊരു താല്പര്യമില്ല. അതേസമയം തന്നെ ഇസ്രായേൽ ഇപ്പോൾ എടുത്തിട്ടുള്ള അവിടുത്തെ ഹൂതികൾക്കെതിരെയും അത് വിമതർക്കെതിരെയും പോരാളികൾക്കെതിരെയും എടുത്തുള്ള നിലപാടുകളും അവരുടെ കയ്യിൽ ഈ ആണവായുധങ്ങളൊക്കെ ചെന്ന് ചേർന്നാൽ ഉണ്ടാകുന്ന ലോകത്തിന്റെ അപകടങ്ങളും ഒക്കെ തിരിച്ചറിയുന്ന, പ്രത്യേകിച്ച് ലോകത്ത് ആണവായുധം ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉണ്ടായിട്ട് പോലും 1950-കളിലും 60-കളിലും ഒന്നും ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാതെ ചൈനയുടെ ആക്രമണത്തിന് ഭീഷണിക്ക് ഉണ്ടായി ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആണവായുധത്തിലേക്ക് പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ലോക സമാധാനവും സുരക്ഷിതത്വവും മുൻനിർത്തി പ്രവർത്തിക്കുന്ന, അഥവാ ആണായുധങ്ങൾക്കൊക്കെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഈ സാഹചര്യത്തിൽ മാത്രമല്ല, നമ്മൾ ഇറാനുമായി വളരെയധികം ബന്ധമുണ്ട്. ബസ്മതി അരി ധാരാളമായിട്ട് കയറ്റുമതി ചെയ്യുന്നു. ബംഗാളിൽ നിന്നൊക്കെ ധാരാളമായി അരി കയറ്റുമതി ചെയ്യുന്നു. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ഇന്റർനെറ്റ് ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബാങ്കിങ്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഒക്കെ അത് ബാധിക്കും എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനം പുലരുക ഈ മേഖലയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടിയുള്ള നിലപാടുകളാണ്. അല്ലാതെ ഇസ്രായേലിനെയോ അമേരിക്കയോ ഇക്കാര്യത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇറാനെ വരുതിക്ക് നിർത്താനുള്ള തന്ത്രമൊന്നും ഇന്ത്യക്കില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം കൊണ്ടുവരിക, ആക്രമണോത്സവത അല്ലെങ്കിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇറാന്റെ നിലപാടുകളെ നാമാവശേഷമാക്കുക, അതേസമയം തന്നെ ആ രാജ്യവും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരികയും ഇപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള പ്രത്യേകിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി, മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളുമായും ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളും അതുപോലെ തന്നെ വികസന നയങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് ഒരു വികസിത് ഭാരത് എന്ന് പറയുന്ന ഭാരതത്തെ ഉന്നം വെക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് താല്പര്യം ആയിട്ടുള്ളത് ഇന്ത്യയുടെ ദേശ താല്പര്യങ്ങളാണ്. ആ ദേശ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കക്ഷികൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും സ്വാഭാവികമായും അത് ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ മറനീട്ടി പുറത്തു വരുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം തന്നെ ആയിരിക്കാം ഇപ്പോഴും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് ഏറെക്കാലം നിലനിന്ന് പോകില്ല. കാരണം ഇന്ത്യ അതിന്റെ കൃത്യമായി സ്ട്രാറ്റജിക് ആയിട്ടുള്ള പദ്ധതികൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്.